ഹായ് ഓൾ, വെൽക്കം ടു സോഷ്യൽ വർക്ക് ഇൻസൈറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കേഴ്സിൻ്റെ യുഎഇയിലുള്ള സ്കോപ്പ്. എത്രത്തോളം സ്കോപ്പ് ഉണ്ട് സോഷ്യൽ വർക്കർ കഴിഞ്ഞ ആൾക്കാർക്ക്, അതിപ്പോൾ MSW BSW കഴിഞ്ഞ ആൾക്കാർക്ക് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സ്കൂൾ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഈ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്ര വർഷം എന്ന് എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് എൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മീറ്റ് ചെയ്ത സോഷ്യൽ വർക്കേഴ്സ്, അതായത് ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ വർക്കേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും PGയും കൂടെ ചെയ്യാൻ നോക്കുക. ഇവിടെ PG അതൊരു മാൻഡേറ്ററി അല്ല. സോഷ്യൽ വർക്ക് BSW മതി ജോലി കിട്ടാൻ. പക്ഷെ ലൈസൻസ് എഴുതാൻ നിങ്ങൾക്ക് PG വേണം. അതുകൊണ്ട് എപ്പോഴും BSW ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് അത് ജോലി നോക്കാണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ MSW കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ MSW കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്ത് ജോലി നോക്കാണ്ട് ഏത് സ്ഥലത്താണോ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞത് അവിടെ തന്നെ ഏകദേശം 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം, മാക്സിമം 2 വർഷം നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കുക ജോലി ചെയ്തിട്ട്. ഇത് എന്ത് ജോലി ആയിക്കോട്ടെ. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുക, എന്നാൽ അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. സ്കൂളിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2 വർഷം സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുക, അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തു പോകാൻ നോക്കാണ്ട്, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നാട്ടിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ഇവിടെ നല്ലോണം വാല്യൂ ഉള്ളത് കൊണ്ട്, പിന്നെ നാട്ടിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്കിവിടെ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടും, നിങ്ങൾ എവിടെയാണോ കോഴ്സ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കുക. ഒരു മാക്സിമം 2 വർഷമെങ്കിലും അല്ലെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും പിടിച്ചു നിന്ന് അത് എവിടെയാണോ വർക്ക് ചെയ്യാൻ ചാടി കളിക്കേണ്ടത്, അതായത് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് 2 മാസം കഴിഞ്ഞ് വേറൊരു ജോലി അത് നോക്കാണ്ട്, എത്ര കുറച്ച് സാലറി ആണെങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ 2 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വേണം UAEയിലേക്ക് വരാൻ. UAEയിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഞാൻ UAEയിലെ കാര്യമാണ് പറയുന്നത്, മറ്റു കൺട്രിയിലെ കാര്യം എനിക്കറിയില്ല. UAEയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിലാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരിക, ഇവിടെ വന്നിട്ട് ജോലി നോക്കുക. എപ്പോഴും ഇവിടെ വന്ന് ജോലി നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ, നാട്ടിലാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഇവരെ ഇമ്മീഡിയറ്റ് പോസ്റ്റിലായിരിക്കും നിങ്ങളെ ചിലപ്പോൾ വിളിക്കുക. നിങ്ങൾ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ അത് വിളിക്കണം എന്നില്ല. അല്ലാതെ തന്നെ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ നടത്തി ജോലി കിട്ടുന്നവരുണ്ട്. അതൊക്കെ ഒരു ലക്കായിരിക്കും. അങ്ങനെ എനിക്കറിയാവുന്ന 1-2 പേരൊക്കെ തന്നെ ഇൻ്റർവ്യൂ നടത്തി ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷെ എപ്പോഴും ഡയറക്റ്റ് ഫേസ് ടു ഫേസ് മീറ്റിംഗ്, കാരണം ഇവിടെ 1, 2, 3 റൗണ്ടൊക്കെ ഇൻ്റർവ്യൂ അവർ ചെയ്യും. അത് ആദ്യം HR, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അതായത് ഇപ്പോൾ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അല്ലെങ്കിൽ പ്രൈമറി പ്രിൻസിപ്പൽ ഉണ്ടാവും, പ്രൈമറി വൈസ് പ്രിൻസിപ്പൽ, പ്രൈമറി ഹെഡ് എന്ന് പറയും, അവർ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ, ഈ ലാസ്റ്റാണ് പ്രിൻസിപ്പൽ ഇൻ്റർവ്യൂ ചെയ്യുക. സ്കൂൾ പ്രിൻസിപ്പൽ, ഞാൻ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്, സ്കൂൾ പ്രിൻസിപ്പൽ ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കടക്കണമെങ്കിൽ എപ്പോഴും ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വരിക തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വന്ന് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈസൻസ് എക്സാം എഴുതുക എന്നുള്ളത്. അല്ലാതെ സോഷ്യൽ വർക്കേഴ്സ്, സ്കൂൾ സോഷ്യൽ വർക്കർ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതി പെട്ടെന്ന് ഇവിടെ വന്ന് ലൈസൻസ് എക്സാം എഴുതാൻ പറ്റില്ല. കാരണം നിങ്ങൾ ലൈസൻസ് എക്സാം എഴുതുമ്പോൾ കണ്ടിന്യൂറ്റി ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അതായത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന കണ്ടിന്യൂറ്റി, അതായത് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള തെളിയിക്കുന്ന എവിഡൻസ് ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് എക്സാം എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണ്ടത് ജോലിയാണ്. ജോലി കിട്ടിയതിൻ്റെ ഉടനെ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ സോഷ്യൽ വർക്കർക്കുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇത്ര 2 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മീറ്റ് ചെയ്തത് സ്കൂൾ സോഷ്യൽ വർക്കേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ സോഷ്യൽ വർക്കേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. വെൽഫെയർ സോഷ്യൽ വർക്കറിനെ എനിക്കറിയാം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടും സോഷ്യൽ വർക്കേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കൂൾ കൗൺസിലേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സെമിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും മറ്റ് ഇന്റർ സ്കൂൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് മലയാളികളായിട്ട് തന്നെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് നമുക്കിവിടെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സ്കൂളുകളിൽ ബേസിക്കലി ഗേൾസിനാണ് പ്രിഫറൻസ്. അതൊരു സത്യമായ കാര്യമാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇവിടെ കൂടുതലും സ്കൂളുകളിലും ഇവിടെ ഫീമെയിൽ സോഷ്യൽ വർക്കേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. മെയിൽ സ്റ്റാഫ്സ് വളരെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ വളരെ കുറവാണ്. ഞാൻ ആൺകുട്ടികളെ നിരുത്സാഹപ്പെടുത്തല്ല, പക്ഷെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അവർ ഫീമെയിൽ സ്റ്റാഫിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ മെയിൽ സോഷ്യൽ വർക്കേഴ്സിനെ എനിക്ക് പരിചയമുള്ളവരുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി ഫീമെയിൽ സോഷ്യൽ വർക്കേഴ്സാണ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നത്.
അടുത്ത സ്കൂൾ കൗൺസിലറായിട്ട്, അപ്പോൾ ഷാർജ എമിറേറ്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്കറായിട്ട് സോഷ്യൽ വർക്കേഴ്സിന് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൗൺസിലറായിട്ട് സൈക്കോളജി കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൗൺസിലർ പോസ്റ്റിൽ ഒരിക്കലും സോഷ്യൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്രൂവൽ കിട്ടില്ല, മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടില്ല. അവർ ഇൻസ്പെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ഇൻസ്പെക്ഷൻ വരും. നമുക്കൊരിക്കലും അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമുക്ക് അവർ അപ്രൂവൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നത് MSW ഓർ BSW കഴിഞ്ഞവരാണ്. കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? സൈക്കോളജി ഫീൽഡിൽ നിന്ന് വരുന്നവരാണ് കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ MSW BSW കഴിഞ്ഞ് കൗൺസിലറായിട്ട് ഷാർജ എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആരും എൻ്റെ പരിചയത്തിലില്ല. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല, ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അപ്രൂവൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, മിനിസ്ട്രി അപ്രൂവൽ എന്ന് പറയുന്നത്. പക്ഷേ ദുബായ് എമിറേറ്റ്സിൽ ഒരുപാട് MSW BSW കഴിഞ്ഞവർ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൂൾ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഇത്രയും ഷാർജ എമിറേറ്റ്സിലെ പോലെ അത്രയും സ്ട്രിക്റ്റ് അല്ല ദുബായ് എമിറേറ്റ്സിലെ കാര്യം. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ഒരു മെഡിക്കൽ സോഷ്യൽ വർക്കറെ പോലും എനിക്ക് പേഴ്സണലി ഇവിടെ വന്ന് പരിചയമില്ല. പക്ഷേ ഞാൻ ലിങ്ക്ഡിനിലൊക്കെ ഒരുപാട് പേര് പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു മലയാളി മെഡിക്കൽ സോഷ്യൽ വർക്കർ ഇവിടെ വന്ന് പരിചയമില്ല. പക്ഷേ എനിക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സോഷ്യൽ വർക്കറുടെ. പക്ഷെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കാരണം ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ മെഡിക്കൽ സോഷ്യൽ വർക്കറായിട്ട് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2 വർഷത്തെ നാട്ടിലെ മെഡിക്കൽ ഫീൽഡിലേക്ക്, മെഡിക്കൽ സോഷ്യൽ വർക്കും ക്ലിനിക്കൽ സോഷ്യൽ വർക്കും ഏകദേശം സെയിം ആണ്. 2 വർഷത്തെ നാട്ടിലെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആയിട്ട് വന്ന് അവിടുത്തെ DHA ഓർ MOH ലൈസൻസ് എഴുതാം. DHA ലൈസൻസ് എന്ന് വെച്ചാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസും, MOH ലൈസൻസ് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതോറിറ്റി ഷാർജ, DHA ദുബായ്, MOH ഷാർജ. ഈ 2 ലൈസൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും നാട്ടിൽ 2 വർഷത്തെ മെഡിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. അടുത്ത വെൽഫെയർ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത്, സോറി the spelling is not correct. വെൽഫെയർ സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് എനിക്ക് ഒരൊറ്റ സോഷ്യൽ വർക്കറെ എനിക്കറിയാം. വെൽഫെയർ സോഷ്യൽ വർക്കറായിട്ട് എൻ്റെ ജൂനിയർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ. മെയിനായിട്ട് നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നില്ലേ, സോഷ്യൽ മെത്തേഡ്, ആ ഒരു കാര്യങ്ങളായിരിക്കാം അവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. ബട്ട് അവരെ പോസ്റ്റ് എന്ന് പറയുന്നത് വെൽഫെയർ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കോപ്പ്, അതും എനിക്ക് തോന്നുന്നു വെൽഫെയർ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് ആൺകുട്ടികൾക്കാണ് കുറച്ചുകൂടി, മെയിൽസിനാണ് പ്രിഫറൻസ് കൂടുതൽ കമ്പനികൾ കൊടുക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ഇവിടെ സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി ഇവിടെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് അവരുടെ പോസ്റ്റ്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഡെസിഗ്നേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും മെയിനായിട്ടും സ്കൂളിൽ നമ്മുടെ ജോലി വരുന്നത് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അവിടെ മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടായിരിക്കും, നമ്മൾ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരു ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഇൻക്ലൂഷൻ ഹെഡ് തന്നെയായിരിക്കും. അതായത് സ്പെഷ്യൽ സൈക്കോളജിയിലെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ ആൾക്കാരായിരിക്കാം കൗൺസിലിംഗിന്റെ ഹെഡ് എന്ന് വരുന്നത്. ആ ടീമിൽ ഒരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഒരു സോഷ്യൽ വർക്കർ, അങ്ങനെ ഡിഫറെൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ കൂടെ ആയിരിക്കും നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുക. മെയിനായിട്ടും കൗൺസിലിംഗ് കേസസ് ആയിരിക്കാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കേസസ് ഡീൽ ചെയ്യേണ്ടി വരും. അതായത് ലേണിംഗ് കൺസേണുള്ള കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ് കൊടുക്കുക, പിന്നെ ബിഹേവിയർ കൺസേൺസ് ഡീൽ ചെയ്യുക, പാരന്റ് മീറ്റിംഗ്, ഇതൊക്കെയാണ് ഒരു സ്കൂളിലെ ഡ്യൂട്ടീസ് വരുന്നത്. സ്കൂളിലെ ഡ്യൂട്ടീസ് ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്കൂളിലെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. കൗൺസിലറും പോസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും ജോലി ഇതൊക്കെ തന്നെയാണ് വരുന്നത് സ്കൂളിൽ. മെയിനായിട്ട് ബിഹേവിയർ കേസസ്, ബുള്ളിങ് കേസസ്, അല്ലെങ്കിൽ റെമഡിയൽ ക്ലാസ്സസ് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, ഇതൊക്കെയാണ് സ്കൂൾ കൗൺസിലറിന്റെ പോസ്റ്റിൽ വരുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ UAE സ്കോപ്പ് ഉള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനാണ്. സോഷ്യൽ വർക്കറെക്കാട്ടും ഇവിടെ സ്കോപ്പ് ഉള്ള ഒരു പോസ്റ്റാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. എല്ലാ സ്കൂളിലും ഇവിടെ കമ്പൽസറി ആണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. 2-3 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വരെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഫാമിലി സിറ്റുവേഷനും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ സെറ്റപ്പ് ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു കുട്ടി ജനനം മുതൽ സ്കൂളിലേക്ക് പോകുന്ന വരെ കുട്ടി ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ, അമ്മയും അച്ഛനും വർക്കിംഗ് പാരൻസ് ആവും, ചിലപ്പോൾ മെയ്ഡ് ഉണ്ടാവും. അധികം ആരോട് സംസാരിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടുന്നില്ല, എക്സ്പോഷർ കിട്ടുന്നില്ല, പുറത്തു പോകേണ്ട ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അത് തന്നെ ആ ഒരു ബിഹേവിയർ പ്രോബ്ലംസ് അവരെ അക്കാഡമിക്കിനെ ബാധിക്കും, അവരെ പേഴ്സണാലിറ്റിനെ ബാധിക്കും, അതൊരു ചിലപ്പോൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഇവിടെ ഒരുപാട് കുട്ടികളുടെ, അതായത് കുട്ടികൾ വളർന്നു വരുന്ന ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അവരുടെ അക്കാഡമിക് പാർട്ടിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആസ് എ മെഡിക്കൽ MSW സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, MSW ലാസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നുകൂടി ഒരു പടിക്ക് മുന്നേ നിൽക്കും. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലതാണ്.
നിങ്ങൾക്ക് ജോലി ഇവിടെ വന്ന് ജോലി കിട്ടാനും നല്ലതാണ്. അത് MSW കഴിഞ്ഞാൽ ഞാൻ ഇന്ന ജോലി ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഈ സോഷ്യൽ വർക്ക് എന്ന പോസ്റ്റ് അതന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നടക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് ഒരു കോംപ്രമൈസിന് തയ്യാറാണ്. ഓക്കെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നൊരു പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യാം, അത് നമുക്ക് ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്, ജോലി കിട്ടിയേ പറ്റൂ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ എടുത്തിട്ട് ഇവിടെ വന്നാൽ ജോലി കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്രയാണ് ഒരു ജനറൽ ആയിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ സ്കോപ്പായിട്ട് UAE ഇപ്പോൾ ഉള്ളത്. മെയിനായിട്ട് നിങ്ങൾ ലൈസൻസ് എഴുതണം. ലൈസൻസ് എഴുതിയിട്ടില്ലെങ്കിൽ 5,000 ദിറമാണ് ഫൈൻ അടയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനം. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവർ തന്നെ നിങ്ങളോട് പറയും ലൈസൻസ് എഴുതാം. അപ്പോൾ ലൈസൻസിന്റെ സ്റ്റെപ്സ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അറ്റസ്റ്റേഷൻ, ഇക്വലൻസി, ജെന്യൂനിറ്റി, ഡാറ്റ ഫ്ലോ, ലൈസൻസ് എക്സാം ഒക്കെയാണ് അതിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ ലൈസൻസ് എക്സാം എഴുതും. ലൈസൻസ് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി വേണം. ജോലി കിട്ടി കണ്ടിന്യൂറ്റി ലെറ്റർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ജനറൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന് UAE ഉള്ളത്. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോയതിന് സോറി, വെൽഫെയർ സോഷ്യൽ വർക്കർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ സ്കൂൾ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ സ്കൂൾ സോഷ്യൽ വർക്കറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത്, എനിക്ക് വരുന്ന ഡ്യൂട്ടീസ് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.